എത്രയും സ്നേഹം നിറഞ്ഞ കല്ലുംകുടി കസിൻസ് പ്രസിഡന്റ് തോംസൺ, സെക്രട്ടറി ജോളി, ട്രഷറർ ഷാൻലി, പിന്നെ ഏറ്റവും മുതിർന്ന കാരണവരായ അപ്പച്ചൻ, അത് കഴിഞ്ഞാൽ കുഞ്ഞച്ചൻ കൊച്ചപ്പൻ, ജോർജേട്ടൻ, ജോയിളപ്പൻ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട അളിയന്മാരെ, പെങ്ങന്മാരെ, കൂടാതെ ഇപ്പോൾ ജോർജേട്ടൻ, അതുപോലെയുള്ള നമ്മുടെ മുതിർന്ന ചേട്ടന്മാർ, ജോർജ് ചേട്ടൻ, സണ്ണി ചേട്ടൻ, മുതിർന്ന ചേട്ടന്മാരെ, അതുപോലെ എൻ്റെ പ്രായത്തിലുള്ള ചേട്ടന്മാരെ, അനിയന്മാരെ, മറ്റു സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും മംഗളാശംസകൾ നേരുന്നു. എനിക്ക് തന്നിരിക്കുന്ന പോർട്ട്ഫോളിയോ വോട്ട് ഓഫ് താങ്ക്സ് ആണ്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. അത് പ്രത്യേകിച്ചും കമ്മിറ്റിയോടാണത് പറയേണ്ടത്. അത് കഴിഞ്ഞിട്ട് വോട്ട് ഓഫ് താങ്ക്സിലോട്ട് കിടക്കാം. ഞാൻ നോക്കിയപ്പോൾ 118 അംഗങ്ങളുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മളുടെ. ഞാനൊന്ന് റഫായിട്ട് എണ്ണി നോക്കി, അതിൻ്റെ പകുതി പേരാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഒത്തിരി ആൾക്കാർക്ക് വരാൻ താല്പര്യമുണ്ട്, എങ്കിലും വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവർ വരാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഇന്നാണെങ്കിലും ഞാൻ വന്നപ്പോൾ ലേറ്റായി, പിള്ളേർ പോകുന്നത് കൊണ്ട്, ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വരാൻ സാധിച്ചില്ല. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് പലരും വരാതിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കമ്മിറ്റിയോട് പറയാനുള്ള ഒരു ചെറിയ ഒരു റിക്വസ്റ്റ്, ഈ 30-31 എന്ന് പറയുന്ന ഡേറ്റിലോട്ട് നമ്മളുടെ ഈ ഒരു ഫംഗ്ഷൻ ചെയ്യാതെ കുറച്ചും കൂടെ നേരത്തെ ഉള്ള ഡേറ്റിലോട്ട് സാധിക്കുമെങ്കിൽ ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അത് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കുന്നു. അടുത്തതായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. ആദ്യമേ തന്നെ ഇതുപോലെ ഒരു പ്രോഗ്രാം നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് നടത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ അറിയാൻ പാടുള്ളൂ. ഞാനിത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകരെ ഉള്ള ബുദ്ധിമുട്ട് എനിക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതാണ്. ഈ സമയമില്ലാത്ത സമയത്തും എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് സന്മനസ് കാണിച്ച ഈ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായി പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അവഗണിച്ച് അപ്പച്ചനും കുഞ്ഞച്ചൻ കൊച്ചപ്പനും ജോർജേട്ടനും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വലിയൊരു മാതൃകയാണ് അത്. എനിക്ക് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കാതെ ഇവിടെ വന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത് നമുക്ക് എനർജി തരുവാനായിട്ടുള്ള ഒരു പ്രചോദനം തന്നതിനകത്ത് ഞാൻ അവരോട് പ്രത്യേകം നന്ദി പറയുകയാണ്. അടുത്തതായിട്ട് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന ബഹുമാനപ്പെട്ട അളിയന്മാരെയും പെങ്ങന്മാരെയാണ്. അവർക്കും ഇതുപോലെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. അവരെയും നന്ദിയോടെ ഓർക്കുന്നു ഈ അവസരത്തിൽ. അടുത്തതായി നിങ്ങളെ എല്ലാവരെയുമാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. നിങ്ങൾ ഇവിടെ വന്നിട്ട്, ഞാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും ഞാൻ രമിയുടെ മോൻ വന്നിട്ട്, രാജന്റെ മോൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, കേക്ക് വേണ്ടേ കേക്ക് വേണ്ടേ. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ആ കൊച്ച് എന്നെ നോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ വൈകി വന്നു എങ്കിൽ തന്നെയും ഞാൻ കേക്ക് കഴിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ കേക്കിന്റെ ബോക്സ് പാടെ എൻ്റെ അടുത്ത് കൊണ്ട് തരുകയാണ്. ആ ഒരു സ്നേഹം എനിക്ക് ഭയങ്കരമായിട്ടൊരു, എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തൊരു സംഭവമായിരുന്നു അത്. താങ്ക് യു മോനെ, താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. കാരണം മോൻ അത് കൃത്യമായിട്ടത് വാച്ച് ചെയ്തു, ആരൊക്കെ കഴിച്ചു, ആരൊക്കെ കഴിക്കാനുണ്ട് എന്ന് പ്രത്യേകം എടുത്ത് ശ്രദ്ധിച്ചത് ചെയ്തതിനകത്ത് അത് ശരിക്കും ഞാനത് വളരെ പ്രത്യേകിച്ച് പ്രശംസിക്കേണ്ട ഒരു കാര്യമാണത്. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. ഇനി നെതർലാൻഡ്സിൽ നിന്ന് വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. സ്പെഷ്യൽ വിസയിൽ വന്നതാണ് നമ്മുടെ ക്രിസ്മസ് പപ്പ. അദ്ദേഹത്തിന് തിരിച്ചു പോകണം, ഫ്ലൈറ്റ് റെഡിയാണെന്ന് പറയുന്നു. ഒരു അരമണിക്കൂർ ലേറ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഉടനെ കൊണ്ടുപോയിട്ട് എയർപോർട്ടിലാക്കേണ്ട ജോലി ഷാജി സെബാസ്റ്റ്യനാണ്. ക്രിസ്മസ് പപ്പയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക സ്നേഹാന്വേഷണങ്ങളും നന്ദിയും ഇവിടെ വന്ന് സമയം ചെലവഴിച്ചതിന്. അടുത്തതായിട്ട് നമുക്ക് ഫുഡ് തയ്യാറാക്കി തന്ന ബിജു ആണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. കഴിച്ചു നോക്കിയിട്ട് പറയാം ബിജു. എന്തായാലും ബിജുവിനോട് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു സ്ഥലം നമുക്ക് വേണ്ടി ഇന്നത്തെ ഒരു ദിവസം മാറ്റിവെച്ച് ഇതുപോലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത്, ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു വീട്ടിൽ പ്രോഗ്രാം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതെല്ലാം അവഗണിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റേജ് അവസരം ഒരുക്കി തന്ന ഷാൻലിക്കും ലാലിക്കും അവരുടെ മക്കൾക്കും
പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.